നമസ്കാരം. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. ഒന്നുകിൽ ഗുണ്ടയാകണം, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനാകണം. CPM-കാരനായാൽ അത്രയും നല്ലത്. ഇനി അതുമല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തണം. നാണം കെട്ടും പണം നേടിയാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളും എന്നാണ് വൈപ്പ. അതുകൊണ്ട് എങ്ങനെയും പണവും പ്രശസ്തിയും ഉണ്ടാക്കാനാണ് ചിലരുടെ തത്രപ്പാട്. ഷാജിമോൻ ജോർജ് കെട്ടിട നമ്പർ ലഭിക്കാത്തതിനെ തുടർന്ന് നടുറോഡിൽ കിടന്ന് പ്രതിഷേധിച്ച കോട്ടയം മാഞ്ഞൂരിലെ പ്രവാസി വ്യവസായി. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഷാജിമോൻ മാഞ്ഞൂരിൽ ബിസ ക്ലബ് ഹൗസ് എന്ന ഹോട്ടൽ തുടങ്ങിയത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഷാജിമോന്റെ ഹോട്ടലിന് മുന്നിലെ പുറംപോക്കിൽ നിന്നിരുന്ന പ്ലാവ് ഉണങ്ങിപ്പോയതിനെതിരെ പരിസ്ഥിതി പ്രവർത്തക എന്ന് പറയപ്പെടുന്ന NAPM സംസ്ഥാന ഭാരവാഹി പ്രൊഫസർ കുസുമം ജോസഫ് കുറെ ആൾക്കാരെയും കൂട്ടി പ്രകടനമായി വന്ന് പ്രതിഷേധം നടത്തി. ഷാജിമോൻ രാസവസ്തു വെച്ച് പ്ലാവിനെ ഉണക്കിയതാണെന്നായിരുന്നു പരിസ്ഥിതി പ്രവർത്തകയുടെ ആരോപണം. രാസവസ്തു കുത്തിവെച്ച് പ്ലാവിനെ ഉണക്കിയത് ഷാജിമോനാണെന്നാരോപിച്ച് പോലീസിലും ജില്ലാ കളക്ടർക്കും വനം വകുപ്പിനും പരിസ്ഥിതി സംരക്ഷണ സമിതി പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും തൻ്റെ ഹോട്ടലിന് മുന്നിൽ വന്നു നിന്ന് പ്രതിഷേധം നടത്തിയതിനെ ഷാജിമോൻ ചോദ്യം ചെയ്തു. ഷാജിമോനല്ല, ആരായാലും സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ വന്നു നിന്ന് ആരെങ്കിലും തെമ്മാടിത്തരം കാണിച്ചാൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടാണ് ഇവിടെ വന്നു നിന്ന് പ്രതിഷേധിക്കുന്നത് എന്ന് ഷാജിമോൻ പരിസ്ഥിതി പ്രവർത്തകയോട് ചോദിച്ചു. സ്വാഭാവികമായും ആരായാലും അങ്ങനെ ചോദിച്ചു പോകും. കാരണം ഷാജിമോൻ്റെ ഹോട്ടൽ കോട്ടയം ജില്ലയിലെ മാഞ്ഞൂരാണ്. ഈ പറയുന്ന പരിസ്ഥിതി പ്രവർത്തക കുസുമം ജോസഫ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കാരിയാണെന്ന് ഷാജിമോൻ തർക്കത്തിനിടയിൽ പറയുന്നുണ്ട്. 2 ദിവസം മുൻപ് ചിലർ ഈ ഹോട്ടലിൽ വന്ന് പിരിവ് ചോദിച്ച് തർക്കമായെന്നും അതിൻ്റെ തുടർച്ചയായാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്ലാവ് സ്നേഹമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഈ പൊരിവെയിലത്ത് തങ്ങൾക്ക് ആ പരിസരത്ത് തണൽ തരുന്ന ഒരേയൊരു വൃക്ഷം കഥാനായകനായ പ്ലാവാണെന്നും അങ്ങനെയുള്ളപ്പോൾ തങ്ങൾ അതിനെ നശിപ്പിക്കുമോ എന്നും ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനും ചോദിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വന്ന് വിഷയത്തിൽ ഇടപെട്ടു. ചാനലുകളിൽ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്കും ചില സംശയങ്ങളുണ്ടായി. ഒന്ന്, കോട്ടയം മാഞ്ഞൂരിൽ നിൽക്കുന്ന ഒരു പ്ലാവ് എന്ത് കാരണം കൊണ്ട് കരിഞ്ഞുണങ്ങിയാലും തൃശ്ശൂർ ചാലക്കുടിയിലെ പരിസ്ഥിതി പ്രവർത്തക എങ്ങനെ ഈ വിവരം അറിഞ്ഞു? അങ്ങനെ അറിഞ്ഞെങ്കിൽ തന്നെ ആൾക്കാരെയും കൂട്ടി വന്ന് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട കാര്യം എന്താണ്? 2, ദേശീയപാത വികസനത്തിൻ്റെയും മറ്റും പേരിൽ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പഴക്കമുള്ള വൃക്ഷങ്ങളെ, അതും റോഡരികിൽ തണൽ തരുന്ന വൃക്ഷങ്ങളെ മുറിച്ചു തള്ളിയപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരുടെ ഈ വൃക്ഷസ്നേഹം എവിടെ പോയി? 3, സർക്കാർ വനത്തിലെ കോടിക്കണക്കിന് രൂപയുടെ ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു തള്ളി കടത്തിയ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ എറണാകുളത്തെ ഓഫീസ് കഴിഞ്ഞല്ലേ ഈ പരിസ്ഥിതി പ്രവർത്തകർ കോട്ടയത്തെത്തിയത്? അവിടെ എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തിയോ? ഇല്ല. എന്തുകൊണ്ട്? 4, ഹെക്ടർ കണക്കിന് വനം വെട്ടിവെളുപ്പിച്ചാണ് പിണറായി വിജയൻ ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. നിരവധി മരങ്ങൾ വെട്ടിമുറിക്കേണ്ടി വരും. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകും. അപ്പോൾ ഈ ശബരിമല വിമാനത്താവളത്തിന് എതിരായി എന്തുകൊണ്ടാണ് ഈ പരിസ്ഥിതി പ്രവർത്തകർ ഒരു മുദ്രാവാക്യം പോലും വിളിക്കാത്തത്? കേരളത്തിലെ പാറകൾ മുഴുവൻ പൊട്ടിച്ച് കരിങ്കല്ലായും മെറ്റലായും എംസാൻഡായും പീസാൻഡായും പാറപ്പൊടിയായും ഒക്കെ വിറ്റു. ഇപ്പോൾ പാറകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയും വിറ്റുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഏതെങ്കിലും ക്രഷറുകളുടെയോ പാറ കോറികളുടെയോ മുന്നിൽ വന്നു നിന്ന് 2 മുദ്രാവാക്യം വിളിക്കാനുള്ള ധൈര്യം ഈ പരിസ്ഥിതി പ്രവർത്തകർക്കുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് കോട്ടയത്തെ ഷാജിമോൻ്റെ പ്ലാവിൽ ഊഞ്ഞാല് കെട്ടിയാടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്ലാവ് രാസദ്രാവകമൊഴിച്ച് കരിച്ചതാണെന്നോ അത് ചെയ്തത് ഷാജിമോനാണെന്നോ ഉള്ള യാതൊരു തെളിവുകളും പരിസ്ഥിതി പ്രവർത്തകരുടെ പക്കലില്ല. അപ്പോൾ പിന്നെ ഷാജിമോൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ വന്നു നിന്ന് പ്രതിഷേധിക്കുന്നത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണെന്ന് ഷാജിമോനെ പോലെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ചാനലുകളിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു. പ്രതിഷേധം നടത്തിയ പരിസ്ഥിതി പ്രവർത്തക എന്ന് പറയപ്പെടുന്ന കുസുമം ജോസഫ് ഷാജിമോനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നോ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്നോ ഒക്കെ കാട്ടി പരാതി കൊടുക്കും. വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഇന്നലെ കടുത്തുരുത്തി പോലീസിൽ കുസുമം ജോസഫ് ഷാജിമോനെതിരെ പരാതി നൽകി. തൻ്റെ സ്ത്രീത്വത്തെ ഷാജിമോൻ അപമാനിച്ചു എന്നായിരുന്നു പരാതി. എന്തായാലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഗുരുതര വകുപ്പുകൾ ചുമത്തി കടുത്തുരുത്തി പോലീസ് ഷാജിമോനെതിരെ കേസെടുത്തിട്ടുണ്ട്. വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടുവന്ന പണം കൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി നാട്ടിൽ ഒരു സംരംഭം തുടങ്ങുകയും കുറേ പേർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്ത ഷാജിമോൻ ജോർജ് കുറ്റക്കാരൻ. യാതൊരു മുതൽ മുടക്കുമില്ലാതെ അയാളുടെ സ്ഥാപനത്തിന് മുന്നിൽ വന്നു നിന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രശ്നമുണ്ടാക്കിയ കുസുമം ഹീറോയിൻ. ഇതെന്തൊരു നാട്, എന്തൊരു നിയമം! സ്ത്രീ സ്ത്രീയാണെന്നും പുരുഷൻ പുരുഷനാണെന്നുമുള്ള തിരിച്ചറിവോടെ തന്നെയാണല്ലോ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് ചെയ്തിട്ട് ഒടുവിൽ പരാജയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അനിഷ്ടം തോന്നിയവനെ പാഠം പഠിപ്പിക്കാൻ സ്ത്രീത്വത്തെ അപമാനിച്ചേ എന്ന് പറഞ്ഞ് പരാതിയുമായി നടക്കുന്നവർ യഥാർത്ഥത്തിൽ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീത്വത്തെ വാസ്തവത്തിൽ അപമാനിക്കുന്നത് അത്തരക്കാരാണ്.
സ്ത്രീയെയും പുരുഷനെയും നിയമം തുല്യരായി കാണേണ്ട സമയം എന്നേ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഷാജിമോന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. തുടങ്ങിയ സംരംഭം കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് കേരളത്തിൽ നിന്ന് സ്ഥലം കാലിയാക്കുക. ഇതൊക്കെ വെറും സാമ്പിൾ. ഇനിയും ഇവിടെ നിന്നാൽ ഉയിര് പോലും തിരികെ കിട്ടിയെന്ന് വരില്ല. എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം.